കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ കേസിലെ പ്രതി കെ.എം. ഷാജഹാന് പോലീസ് വീണ്ടും നോട്ടീസ് അയക്കും. ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. അതേസമയം ഒന്നാം പ്രതിയും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപ പ്രചാരണം നടത്തിയ കേസിലെ ഒന്നാം പ്രതിയും പറവൂരിലെ കോൺഗ്രസ് നേതാവുമായ സി.കെ. ഗോപാലകൃഷ്ണനോട് ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം തേടി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഒളിവിലാണ്. അതേസമയം കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായ ഷാജഹാനോട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഷാജഹാനും അറസ്റ്റ് ഭയന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ഇതേ തുടർന്ന് ഷാജഹാനോട് ഹാജരാകാൻ നിർദ്ദേശിച്ച് വീണ്ടും നോട്ടീസ് നൽകുമെന്നാണ് വിവരം. ഗോപാലകൃഷ്ണന്റെയും ഷാജഹാന്റെയും വീടുകളിൽ തിങ്കളാഴ്ച പരിശോധന നടത്തിയ പോലീസ് ഇവരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു. കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അധിക്ഷേപ പ്രചാരണത്തിന് തുടക്കമിട്ട കെ.എം. ഷാജഹാനും ഗോപാലകൃഷ്ണനുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനിടെ തനിക്കെതിരായ അപവാദ പ്രചരണം തുടരുന്നതായി ചൂണ്ടിക്കാട്ടി ഷൈൻ ടീച്ചർ കൂടുതൽ തെളിവുകൾ പോലീസിന് കൈമാറിയിരുന്നു. പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M.S. റജി ഉൾപ്പെടെയുള്ളവർ നടത്തിയ അപവാദ പ്രചരണത്തിന്റെ തെളിവുകളാണ് ഷൈൻ ടീച്ചർ കഴിഞ്ഞ ദിവസം സൈബർ പോലീസിന് കൈമാറിയത്. കേസിലെ മൂന്നാം പ്രതിയായ യാസിർ ഇടപ്പാളിനോട് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും ഇയാൾ വിദേശത്താണെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.